എന്താ ശ്രീയേട്ട വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ഇല്ല ഇല്ല, എന്തോ ഉണ്ട്. ലക്ഷ്മി, നീ അറിഞ്ഞോ? മുതലാളി വേറെ വിവാഹം ചെയ്യാൻ പോകുന്നു. നേരാണോ ശ്രീയേട്ട? അതെ, മുതലാളി വേറെ വിവാഹം ചെയ്താൽ കൊച്ചമ്മ ആത്മഹത്യ ചെയ്യും. അങ്ങനൊന്നും പറയില്ല ശ്രീയേട്ട. അവരതൊന്നും മടിക്കുന്നവരല്ല. മുതലാളി എന്ന് പറഞ്ഞാൽ കൊച്ചമ്മയുടെ ജീവനാണ്. ഞാൻ എന്തു പറഞ്ഞ അവരെ ആശ്വസിപ്പിക്കുക? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്നെ സ്വന്തം സഹോദരനെ പോലെയാണ് അവർ കരുതിയിരിക്കുന്നത്. എന്നെ ഈ വീട്ടിലേക്ക് വലത്തുകാൽ വെച്ച് വിളിച്ചു കയറ്റിയത് കൊച്ചമ്മയാണ്. ഈശ്വരാ, എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണേ. ലക്ഷ്മി, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. പറയൂ ശ്രീയേട്ട. അത് നിന്നോട് ഞാൻ എങ്ങനെ പറയും? അതെന്താ? നമുക്ക് രണ്ടുപേർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണത്. കൊച്ചമ്മയ്ക്ക് വേണ്ടി നമുക്ക് സഹിച്ചുകൂടെ ലക്ഷ്മി? കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. തീർച്ചയാണോ? അതെന്താ ശ്രീയേട്ടൻ അങ്ങനെ ചോദിച്ചത്? കൊച്ചമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ പ്രശ്നം തീർന്നു. കൊച്ചമ്മയ്ക്ക് നമുക്കൊരു കുഞ്ഞിനെ കൊടുക്കണം. ശ്രീയേട്ടൻ എന്തായി പറയുന്നത്? ഞാൻ തുറന്നു പറയാൻ ലക്ഷ്മി, ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിച്ച് കൊച്ചമ്മയ്ക്ക് കൊടുത്തൂടെ? ലക്ഷ്മി, നിനക്ക് വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ കുഞ്ഞിനെ കൊച്ചമ്മയ്ക്ക് കൊടുക്കാനോ? അതെ, അതിനെ കൊച്ചമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുതലാളി പിന്നെ വേറെ വിവാഹം കഴിക്കൂല്ലേ? നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ? കൊച്ചമ്മയുടെ കുഞ്ഞാണെന്നുള്ള പേരിലായാലും അതിനെ വളർത്തുന്ന നമ്മൾ തന്നെയല്ലേ? വേണ്ട വേണ്ട, ഈ വക ബുദ്ധിയൊന്നും എന്നോട് പറയണ്ട. എനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ കൊടുത്തിട്ട് ആരെ രക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. കൊച്ചമ്മയ്ക്ക് വേണ്ടി എന്തും സഹിക്കാമെന്ന് പറഞ്ഞ ലക്ഷ്മിയാണോ ഈ പറയുന്നത്? എന്ന് വെച്ചാൽ ശ്രീയേട്ടൻ ഇത് പറയുമെന്ന് ഞാൻ കരുതിയോ? നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ലക്ഷ്മിയെ പോലെ തന്നെ എനിക്കും വിഷമമുണ്ടാവില്ലേ? എന്നിട്ടാണോ ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ സമാധാനമായിട്ട് ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നമ്മുടെ കുഞ്ഞിനെ കൊച്ചമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ ആപത്ത് ഒഴിവാക്കാം. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വളർത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമോ? നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ കൊടുക്കണമെന്നാണ് പറയുന്നത്? നമ്മുടെ കുഞ്ഞാണെന്ന് കൊച്ചമ്മയല്ലാതെ മറ്റാരും അറിയരുത്, മുതലാളി പോലും. അയ്യോ, അതെങ്ങനാ? അതൊക്കെ ഞാൻ വിശദമായി പിന്നീട് പറയാം. കുഞ്ഞിനെ കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. പറയൂ ലക്ഷ്മി, പറയൂ. എന്റെ ലക്ഷ്മി, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ശ്രീധര. ആട്ടെ, ലക്ഷ്മി എന്ത് പറയുന്നു? അവൾക്ക് സമ്മതമാണ് കൊച്ചമ്മേ. കൊച്ചമ്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അവൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഇത്രയേറെ ആലോചിക്കാൻ എന്തിരിക്കുന്നു ചേച്ചി? അവർക്ക് രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ... ഇല്ല മോഹൻ, ഇതേക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് ലക്ഷ്മിയെ കാണണം. അവളെ കാണാതെ എനിക്കൊന്നും പറയാനാവില്ല. ലക്ഷ്മിയും എന്റെ കൂടെ വന്നിട്ടുണ്ട്. എവിടെ? ലക്ഷ്മി, ശ്രീധരൻ പറയുന്നത് സത്യമാണോ ലക്ഷ്മി? അതെ കൊച്ചമ്മേ. ഇപ്പൊ സംശയം തീർന്നോ കൊച്ചമ്മേ? ലക്ഷ്മി, നീ ഇത്രയേറെ സ്നേഹമുള്ളവളും വലിയവളുമാണോ അനിയത്തി? ലക്ഷ്മി, ലക്ഷ്മി. ഇനി കൊച്ചമ്മ ഗർഭിണിയാണെന്ന് കൂടി താമസിയാതെ മുതലാളിയോട് പറയണം. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ മാത്രം കാര്യം തീരുമോ ശ്രീധര? അതെല്ലാം ചേച്ചി ഞങ്ങൾക്ക് വിട്ടുതരൂ. ഓരോന്നും ഞങ്ങൾ പറയുന്നത് പോലെ ചേച്ചി അങ്ങ് അനുസരിച്ചാൽ മതി. മുതലാളിക്ക് ഒരു വർഷത്തെ വിദേശ പര്യടനം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഗർഭമില്ലാത്ത ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അവരുടെ ഭർത്താവിനോട് ഞാൻ പറയണോ? ഞാനൊരു ഡോക്ടറാണ്. ഞാനിങ്ങനെ അപേക്ഷിക്കുന്നതും അതുകൊണ്ടാണ്. ദേവദാസ് എന്റെ ബന്ധുവാണെന്ന് നിങ്ങൾക്കറിയാമോ? അതും എനിക്കറിയാം. അതറിഞ്ഞിട്ടും ഇങ്ങനൊരു കാര്യം ഇവിടെ വന്ന് എന്റെ അടുക്ക പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ധൈര്യമല്ല ഡോക്ടർ, ഗതികേടാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അപേക്ഷയുമായി ഇവിടെ വന്നതെന്ന് ഡോക്ടർക്കും അറിയാവുന്നതല്ലേ? അതൊക്കെ ശരിയാണ്. എന്നാലും ഇങ്ങനൊരു നുണ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് പോകാം. ഈശ്വരനെ വിചാരിച്ച് ഡോക്ടർ ഇങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് അവരോട് അത്രയേറെ കടപ്പാടുണ്ട്. ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞൂടെ ഡോക്ടർ?
ഡോക്ടർ കൊച്ചമ്മയെ പരിശോധിച്ചിട്ട് അവർക്ക് ഗർഭമുണ്ടെന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ആർക്കും ഒരു ദോഷവുമുള്ള കാര്യമല്ലല്ലോ ഡോക്ടർ. മറ്റൊരു കൂട്ടരുടെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കുമോ ഡോക്ടർ? ഞാനും എന്റെ ഭാര്യയും അതിനുപോലും തയ്യാറായി കഴിഞ്ഞു ഡോക്ടർ. ശരി, ഇക്കാര്യത്തിൽ ഞാൻ ഇത്രയേറെ വാശി കാണിക്കുന്നില്ല. നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ പോലും ഉപേക്ഷിക്കുന്നിടത്ത് ഞാനൊരു ചെറിയ നുണ പറയുന്നതിൽ വലിയ പാപമുണ്ടെന്ന് കരുതുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഞാൻ പറയാം. ധൈര്യമായി പോകും. ഡോക്ടർ, എന്താ വിശേഷം? ചേച്ചിക്ക് പെട്ടെന്ന് എന്തൊരു അസുഖം വന്നു. ഡോക്ടറെ വിളിക്കാൻ വരുന്നില്ലേ? ഡോക്ടർ വിളിച്ചു, അകത്തുണ്ട്. ആ, ദേവദാസ് വന്നോ? കൺഗ്രാറ്റുലേഷൻസ് ദേവദാസ്. ഇപ്രാവശ്യം ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? നേരാണോ ഡോക്ടർ? അതെ, സാവിത്രി ഗർഭിണിയാണ്. സാവിത്രിക്ക് എന്തോ സുഖമില്ലെന്നും പറഞ്ഞ് ശ്രീധരൻ ഫോൺ ചെയ്തപ്പോ ഞാൻ കരുതി നേരത്തെ വയറ്റിനുണ്ടായിരുന്ന അസുഖമാണെന്ന്. ഏതായാലും ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല. സാവിത്രിക്ക് ശരീരത്തിന് ക്ഷീണവും അസുഖവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തറവ് മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. വേണമെങ്കിൽ ഇപ്പൊ തന്നെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകാം. ഏയ്, സാവിത്രിക്ക് ഇപ്പൊ യാതൊരു അസുഖവും ഇല്ല. എല്ലാം നോർമലാണ്. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ അകത്തേക്ക് ഇരിക്ക്. താങ്ക് യു. അക്ഷര ചേട്ടനെയും ചേട്ടത്തിയൊക്കെ വിവരം അറിയിച്ചേക്കണം. ശരി ഡോക്ടർ. സാവിത്രി, സാവിത്രി, എന്നോട് ക്ഷമിക്കൂ സാവിത്രി, ക്ഷമിക്കൂ. സാവിത്രി, ദേവദാസ്. അദ്ദേഹം ഓഫീസിൽ പോയിരിക്കുകയാണ്. എത്ര കാലത്തെ പ്രാർത്ഥനയാണ് മോളെ. മുമ്പത്തെ പോലെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ആർക്കറിയാം, ശരിക്ക് പരിശോധിപ്പിച്ചാവോ? എന്നാ ഇനി മാതന്റെ കണക്കിൽ പരിശോധന നടക്കട്ടെ. ഇക്കാര്യത്തിൽ ഇപ്പം വിവരമുള്ളവനാണല്ലോ വന്ന്. ഓ, എന്റെ വിവരമൊക്കെ തീർന്നടാ അനന്തരക്കാരാ. അമ്മാവനങ്ങനെ ഭരന്നുകളയായിരുന്നാതെ നമുക്ക് വഴിയുണ്ടാക്കാം. കോടീശ്വരന്മാർ ഇനി കാണുമെന്നേ. മോളെ, ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇതിന് പകരം നല്ല ഒരു ആൺകുട്ടി ഇങ്ങോട്ട് തരണം. അത് നിർബന്ധമാ. ആൺകുട്ടികളും നിർബന്ധമാണല്ലേ? എന്നാ അടുത്ത ഒരു പെൺകുട്ടി എനിക്കും വേണം. അതും എനിക്ക് നിർബന്ധം. ഇതൊന്ന് കഴിഞ്ഞിട്ട് പോരെ? അത് നോക്കേണ്ടവർ നോക്കിക്കോളും. എന്റെ മാതുല. അതാ മകന്റെ മോളെ കോളേജിൽ പോയോ? ഇന്ന് പോയില്ല. എന്നാ ഇനി അയക്കണ്ട. വെറുതെ അവിടെ പഠിത്തത്തിന് വേണ്ടി കാശ് ചിലവാക്കണ്ട. നേരത്തെ കാലത്തെ വല്ലവരുടെയും കൂടെ അങ്ങ് പറഞ്ഞയച്ചാൽ. അത് നീ എന്നെ ഒന്ന് വാരിയതാണല്ലോടാ. ഞാനും നോക്കട്ടെ, കൊള്ളാവുന്ന ആരെങ്കിലും കിട്ടുമെന്ന്. ഇതെന്തിന്? കൊച്ചുകൊള്ളാമ കളിക്കാനായിട്ട്. ആ, കൊച്ചുങ്ങൾ ഉണ്ടാവുമ്പോൾ. ഡെലിഗേഷന്റെ ലീഡറായി മിസ്റ്റർ ദേവദാസ് അമേരിക്കയിലേക്ക് പോകാമെന്ന് ഏറ്റ സ്ഥിതിക്ക് അവസാന നിമിഷത്തിൽ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. അത് മാത്രമല്ല, ദേവദാസിന്റെ അത്ര യോഗ്യതയുള്ള മറ്റാരുണ്ട് നമ്മുടെ ഇടയിൽ? എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അറിയാമല്ലോ. മിസ്റ്റർ ദേവദാസ് എന്താ ഈ പറയുന്നത്? ഭാര്യ ഗർഭിണിയാണെന്ന് കരുതി ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും വേണ്ടെന്ന് വെക്കൂ. എന്നാലും ഒരു കാര്യം ചെയ്യാം, സാവിത്രി കൂടെ കൊണ്ടുപോവാം. അത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. പ്ലെയിനിലും മറ്റും യാത്ര ചെയ്യാനുള്ളതല്ലേ. അത് ശ്രീധരൻ പറഞ്ഞ ശരിയാ. അവിടുത്തെ കാലാവസ്ഥ ചിലപ്പോ സാവിത്രിക്ക് പിടിച്ചില്ലെന്ന് വരും. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഈ അവസരത്തിൽ സാവിത്രിയോടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്നെ വിശ്വാസമാണെങ്കിൽ സാവിത്രി ഇങ്ങോട്ട് ഏൽപ്പിക്കൂ. എന്നിട്ട് ദേവദാസ് സന്തോഷപൂർവ്വം പോയിട്ട് വരും. ആദ്യത്തെ പ്രസവമല്ലേ, ഏതായാലും ഒരു സുഖവാസ സ്ഥലത്ത് പോയേ തീരും. ഊട്ടിയിൽ എനിക്കൊരു നഴ്സിംഗ് ഹോം ഉണ്ട്. നേരത്തെ തന്നെ ഞാൻ കൂടെ പോയി വേണ്ടതൊക്കെ ഏർപ്പാട് ചെയ്യാം. എന്തു പറയുന്നു? ഇനി ദേവദാസ് ഒന്നും പറയാനില്ല. അക്കാര്യമെല്ലാം അവിടെ ഏറ്റില്ലേ? നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? സാവിത്രിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. വേണ്ടത് ചെയ്യുക. ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട. എന്നാൽ ഈശ്വരൻ ആഗ്രഹിച്ച് 1 വർഷം കഴിഞ്ഞ് അങ്ങ് വിദേശ പഠനം പൂർത്തിയാക്കി ഇവിടെ വരുമ്പോ കൊച്ചമ്മയും കുഞ്ഞും എയർപോർട്ടിൽ വന്ന് അങ്ങേ സ്വീകരിക്കും.